വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള കാലാവസ്ഥകൾ അനുഭവപ്പെടുന്നുണ്ടല്ലേ. നമുക്ക് ഓരോ ദിവസവും ഓരോ കാലാവസ്ഥകൾ ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. ചില സമയത്ത് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെയായിട്ട് കൂടുതലായിട്ട്, അന്തരീക്ഷ താപനില കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മഴ കാണാറുണ്ട്, നല്ല സണ്ണി ആയിട്ടുള്ള ഡേയ്സ് കാണാറുണ്ട്, നല്ല കാറ്റുള്ള ദിവസം കാണാറുണ്ട്, മൂടൽമഞ്ഞുള്ള ദിവസം കാണാറുണ്ട്, കാർമേഘം കൊണ്ട് മൂടിയ ദിവസങ്ങൾ കാണാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അന്തരീക്ഷങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നേ? നമ്മുടെ ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ സ്ഥലത്തും നമുക്ക് ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിന് അതേ രീതിയിൽ അനുസൃതമായിട്ട് അന്തരീക്ഷ താപനില, അതായത് ടെമ്പറേച്ചർ, അതുപോലെ മർദ്ദം, പ്രഷർ, കാറ്റ്, വിൻഡ്, അതുപോലെ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, ആർദ്രത എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും നമ്മുടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഓരോ അന്തരീക്ഷ അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ വിധേയമായിട്ടായിരിക്കും ഉണ്ടാകുന്നുള്ളത്. ഇങ്ങനെ രൂപപ്പെടുന്ന ഘടകങ്ങളെ, അതായത് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് വെതർ. അത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഒന്ന് തന്നെയാണോ? അല്ല, അത് രണ്ടും രണ്ട് തന്നെയാണ് അല്ലേ. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഭൂപ്രദേശത്ത് ഒരു ചുരുങ്ങിയ കാലയളവിൽ, ഒരു ചെറിയൊരു ടൈമിൽ അനുഭവപ്പെടുന്ന ചൂടായിക്കോട്ടെ, വിൻഡായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി, അതൊക്കെ ആയിക്കോട്ടെ, ആ അനുഭവപ്പെടുന്ന ആ ചെറിയൊരു കാലയളവിൽ അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഇന്ന് രാവിലെ നമുക്ക് മഴയാണെങ്കിൽ അതൊരു ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ എന്താണ് വെതർ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. അത് നമ്മുടെ ചെറിയൊരു കാലയളവാണ്, ലോങ് ടൈം അല്ല, അത് ഷോർട്ട് ടൈം ആണ്. ആ ടൈമിൽ അനുഭവപ്പെടുന്ന നമ്മുടെ അന്തരീക്ഷത്തിലെ അവസ്ഥ എന്താണ്, അതിനെയാണ് നമ്മൾ വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വിശാല ഭൂപ്രദേശത്ത്, ഒരു വലിയൊരു പ്രദേശത്ത് കുറേ നാളായിട്ട്, ദീർഘകാലമായിട്ട്, ഒരു ലോങ് ടൈമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന ദിനാവസ്ഥ, ഓരോ ദിവസങ്ങളിലും അനുഭവപ്പെടുന്ന ആ ഒരു ദിനാവസ്ഥ, കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലെ സ്ഥിതിയെയാണെന്ത്, അതിൻ്റെ ഒരു അങ്ങനത്തെ സാഹചര്യങ്ങളുടെ ശരാശരി ആവറേജിനെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്താണ് നടക്കുന്നത്? റെയിനി സീസൺ ആണ് അല്ലേ, നമ്മുടെ മഴക്കാലമാണ്, മൺസൂൺ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമുക്ക് സമ്മർ സീസൺ ഉണ്ട്. അതൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക്, ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 2-3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന, കുറേ നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 35 വർഷം മുതൽ ഒരു 40 വർഷം വരെ ദിനാവസ്ഥയുടെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്. അതായത് ഒരു പ്രദേശത്ത് 35 വർഷം തൊട്ട് ഒരു 40 വർഷം വരെ ഇതേ കാലാവസ്ഥ തന്നെയാണ് ഒരേപോലെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്, അങ്ങനെയാണ് നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ മഴക്കാലം എന്ന് പറയുന്നത് നമുക്കൊരു മെയ് പകുതി തൊട്ട് നമ്മുടെ ഒരു സെപ്റ്റംബർ ആ ഒരു മാസം വരെ ഉള്ളത് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ ഒരു മഴക്കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ 30, 35, 40 വർഷങ്ങൾക്ക് ഇതായിട്ട് നമുക്ക് ആ ഒരു കാലാവസ്ഥ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ പ്രദേശത്തിൻ്റെ നമുക്ക് ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അതിനെ കാലാവസ്ഥ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്ക് കാലാവസ്ഥയും അതുപോലെ തന്നെ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ എലമെൻറ്റ്സ് ഓഫ് വെതർ. നമ്മൾ 4 പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, വിൻഡ്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, പ്രഷർ അല്ലേ. ഇങ്ങനെ 4 ഉണ്ട്. ഈ 4 കുറിച്ച് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആളായ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതായത് അന്തരീക്ഷ താപനില. നമുക്ക് ഭൂമിയിലെ പ്രധാനമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? നമ്മുടെ സൂര്യനിൽ നിന്നാണല്ലേ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഊർജ്ജ സ്രോതസ്സ് കിട്ടുന്നതിൽ, അതായത് നമുക്ക് ലൈറ്റ് കിട്ടുന്നതായാലും ഹീറ്റ് കിട്ടുന്നതായാലും നമുക്ക് പ്രകാശവും ചൂടും എല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് അല്ലേ. സൂര്യനിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അണുസംയോജനം നടന്നിട്ടല്ലേ, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് പ്രക്രിയയിലൂടെയാണ് നമുക്ക് സൂര്യനിൽ നിന്ന് ഊർജ്ജം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഊർജ്ജം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ആ സൗരകിരണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ എന്നാണ് നമ്മൾ അതിനെ പഠിക്കുക. അതായത് നമ്മൾ ആ സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അവിടെ എത്തുന്ന ആ
നമ്മുടെ ആ സൂര്യരശ്മികളുടെ അളവിന്, ആ സൗരകിരണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലേഷൻ എങ്ങനെ നടക്കുന്നത്? സൂര്യനിൽ നിന്ന് നമുക്ക് ഭൂമിയിലേക്ക് വരുന്ന ഈ സൗരവികിരണം അല്ലെങ്കിൽ ഈ സൂര്യരശ്മികളുടെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുക ചെയ്യുന്നത്. അന്തരീക്ഷ വസ്തുക്കൾ, മേഘങ്ങൾ, പൊടിപടലങ്ങൾ അതിലൊക്കെ തട്ടിയിട്ട് പ്രതിഫലിക്കുകയും അതുപോലെ തന്നെ അത് ആഗീകരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന നമ്മുടെ ഈ സൗരവികിരണം ഹ്രസ്വ തരംഗങ്ങൾ, അതായത് ഷോർട്ട് വേവ്സ് ആണ്, ചെറിയ ചെറിയ വേവ്സുകളായിട്ടാണ് വരുന്നത്. അത് അങ്ങനെ വരുന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഇത് കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. ഇത് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് അപ്പോൾ ചൂട് കിട്ടുന്നത് അല്ലേ, എങ്ങനെയാണ് നമുക്ക് താപം കിട്ടുന്നത് എന്നല്ലേ അറിയേണ്ടല്ലേ. അതായത് എന്തൊക്കെ പ്രോസസ്സുകളാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഷോർട്ട് വേവ്സുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കുറച്ച് താപന പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ 4 എണ്ണമാണ് അങ്ങനത്തെ താപന പ്രക്രിയകളുള്ളത്, അതായത് താപവ്യാപന പ്രക്രിയകളുള്ളത്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അതായത് താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് അന്തരീക്ഷത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നത്. അതിലത്തെ ആദ്യത്തേത് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം അല്ലേ. അതെങ്ങനെ നടക്കുന്നത്? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇതെന്തുണ്ടാകുന്നത്? നമ്മുടെ ചൂടായ ഭൗമോപരിതലത്തിലേക്ക്, അതായത് സൂര്യൻ്റെ കിരണങ്ങൾ വന്നിട്ട്, ആ രശ്മികൾ വന്നിട്ട്, സൗരവികിരണങ്ങൾ വന്നിട്ട് ചൂടായിട്ടുള്ള നമ്മുടെ ആ സർഫസ്, എർത്തിൻ്റെ സർഫസിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നു. അതായത് നമ്മളിപ്പം കിച്ചണിൽ നമ്മൾ അടുപ്പത്ത് ഒരു പാത്രമൊക്കെ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ആ പാത്രം ചൂടായി വരുമ്പോൾ അതിന് ചുറ്റും നമ്മളിപ്പം അതിന് ചുറ്റും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ആ എയർ ഫുള്ളും നമുക്കൊരു ചൂടായിട്ട് അനുഭവപ്പെടും അല്ലേ. നമ്മൾ അയൺ ബോക്സൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ടാണോ നോക്കുക? അല്ലല്ലോ, നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് അന്തരീക്ഷം, നമ്മുടെ സർഫസ് ഏരിയ ചൂടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള അന്തരീക്ഷവും ചൂടാവുന്നുണ്ട്. ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്, താപചാലനം എന്ന് പറയുന്നത് അതാണ്. അടുത്ത താപവ്യാപന പ്രക്രിയ എന്ന് പറയുന്നത് കൺവെക്ഷനാണ്, അതായത് സംവഹനം. ആസ് ദ ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്, ഹെഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹയർ റീച്ചസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷവായു ചൂട് പിടിക്കുമല്ലോ, കണ്ടക്ഷൻ കാരണം ചൂട് പിടിച്ച ആ അന്തരീക്ഷവായു കുറച്ച് കഴിയുമ്പോൾ വികസിച്ചിട്ട് മുകളിലോട്ട് ഉയരാൻ തുടങ്ങും. വെർട്ടിക്കലി മുകളിലോട്ട് ഇങ്ങനെ ഉയരാൻ തുടങ്ങും. അങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് താപം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നീരാവി മുകളിലോട്ട് ഉയരുന്ന കാണാം അല്ലേ. അത് മുകളിലോട്ട് ഇങ്ങനെ ഉയർന്ന് മുകളിലോട്ട് പോകുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ അന്തരീക്ഷവായു ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ആ പ്രക്രിയയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അഡ്വെക്ഷനാണ്. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിവഹനം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ ദ വിൻഡ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിച്ചു വരിക, അതായത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം മാറി നിന്നാൽ പോലും അവിടെ നിന്നൊരു കാറ്റ് വീശുമ്പോൾ നമുക്ക് ആ ഒരു ചൂട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലേ. അതെങ്ങനെയാണ്? ഹീറ്റ് ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ചെയ്യുകയാണ് വിൻഡിലൂടെ അല്ലേ. നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് ആ തിരശ്ചീന തലത്തിൽ താപം വ്യാപിച്ചു വരികയാണ്. 4ാമത്തെ താപവ്യാപന പ്രക്രിയ എന്ന് പറയുന്നത് റേഡിയേഷനാണ്, അതായത് വികിരണം. ഇപ്പോൾ നമുക്ക് സൗരവികിരണം വരുന്നത് ഷോർട്ട് വേവ്സ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് തിരിച്ചു പോകുന്ന ലോങ് വേവ്സുകളായിട്ടാണ്, അതായത് ദീർഘതരംഗങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ദീർഘതരംഗങ്ങളായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജ്ജം പുറന്തള്ളപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചൂട് കൂടുതലായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെയധികം ചൂട് കൂടുതലായിട്ടാണ് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ചൂട് കൂടുതലായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജ്ജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്നും പറയും. അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതായത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ച് ദീർഘതരംഗങ്ങളായിട്ട് അല്ലെങ്കിൽ ലോങ് വേവ്സുകളായിട്ട് തിരിച്ചു പോകുന്ന ആ റേഡിയേഷനെ നമുക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമവികിരണം എന്നും പറയാറുണ്ട്.
അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ ഭൗമവികരണം ഉണ്ട്, ലോങ് വേവ്സ് ആയിട്ട് തിരിച്ചു പോകുന്ന ഭൗമവികരണം, ടെറസ്ട്രിയൽ റേഡിയേഷന് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ, നമുക്കറിയാം ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, അങ്ങനെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗീകരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. ഇതിനെ ഹരിതഗൃഹ പ്രവാഹം എന്നാണ് വിളിക്കുന്നത്. അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ബഡ്ജറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. പേഴ്സണൽ ബഡ്ജറ്റ്, ബിസിനസ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ്, അങ്ങനെ ഫാമിലി ബഡ്ജറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ബഡ്ജറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? നമ്മൾ നമ്മുടെ എർത്തിൻ്റെ, നമ്മുടെ ഭൂമിയുടെ മെയിനായിട്ടുള്ള ഊർജ്ജം എന്ന് പറഞ്ഞ് കിട്ടുന്നത് എവിടെ നിന്നാണ്? സൗരോർജ്ജത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വരുന്ന സൗരോർജ്ജം അല്ലെങ്കിൽ നമ്മുടെ സൗരവികരണങ്ങൾ ഒരു 100% ആയിട്ട് എടുക്കുക, 100 യൂണിറ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു 35 യൂണിറ്റ്, അത് സൗരവികരണം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അതിലൊരു 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ തന്നെ തട്ടിയിട്ട് പ്രതിഫലിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് അന്തരീക്ഷത്തിൽ തന്നെ തട്ടിയിട്ട് ഔട്ടർ സ്പേസിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള 65% പിന്നെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് 14% നമ്മുടെ അന്തരീക്ഷ വസ്തുക്കൾ, അതായത് മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ എന്താണ് അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള 51% യൂണിറ്റ് മാത്രമാണ് നമ്മുടെ ഭൂമിയിലേക്ക്, എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്നത്. പിന്നീട് അത് താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ അതെന്താണ് ഭൂമിയിൽ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പം 34% യൂണിറ്റ് എന്താണ് തിരിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മേഘങ്ങൾ, പൊടിപടലങ്ങളിൽ തന്നെ എത്തുന്നുണ്ട്. പിന്നീട് 17 യൂണിറ്റ് ഊർജ്ജം മാത്രമാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നും ഔട്ടർ സ്പേസിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 48 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലൊക്കെ ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി അയക്കുന്നുണ്ട്. ഇങ്ങനെ പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും ഇത്തരത്തിൽ പുനഃവികരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നുണ്ട്. ഈ താപസന്തുലന പ്രക്രിയയാണ് നമ്മൾ ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് കൂടുതലായിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റിലേക്കോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടൊരു കോൾഡിലേക്കോ പോവാണ്ട്, തണുപ്പിലേക്കോ അല്ലെങ്കിൽ ചൂടിലേക്കോ പോവാണ്ട് അതൊരു ബാലൻസ് ആയിട്ട് നിർത്തുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപ ബഡ്ജറ്റ്, ഭൂമിയുടെ താപ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.